ഹായ് ഹലോ നമസ്കാരം. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇന്ന് ഫുൾ A+കളുടെ കാലമാണ്. ഇപ്പോൾ SSLC, ഹയർ സെക്കൻഡറി റിസൾട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഈ ഫുൾ A+ൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ സീസൺ പരീക്ഷാഫലങ്ങളുടെ കാലമാണ്. 10ാം ക്ലാസ്, 12ാം ക്ലാസ്, വിവിധ ബിരുദാനന്തര കോഴ്സുകൾ ഇവയെല്ലാം ഈ മാസമാണ് ഫലം വരുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടും മലയാളികൾ നോക്കാറുള്ളത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സുമാണ്. പണ്ടൊക്കെ 10ാം ക്ലാസ്സിനായിരുന്നു പ്രാധാന്യം, ഇപ്പോൾ അത് 12ാം ക്ലാസ്സിനാണ്. ഈ റിസൾട്ടുകൾ വരുമ്പോൾ A+ൻ്റെ ഒരു പെരുമഴയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. കാലികമായി വന്ന മാറ്റമായിരിക്കാം. എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഞാൻ 10ാം ക്ലാസ് പഠിച്ചിരുന്നപ്പോൾ ആ സ്കൂളിലാകെ ഒരു ഫസ്റ്റ് ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 60%. അന്ന് റാങ്ക് തന്നെ 600-ൽ 400-ന് മേലെയുള്ള മാർക്കുകളായിരുന്നു റാങ്കുകൾ. ഇപ്പോൾ അങ്ങനെയല്ല, 90% മേലെ എല്ലാ വിഷയത്തിനും മാർക്ക് കിട്ടുന്നവർക്കാണ് ഫുൾ A+ കിട്ടുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് പരീക്ഷയിൽ ഏകദേശം 15% മുതൽ 20% വരെ ഫുൾ A+ കിട്ടുന്ന കുട്ടികളാണ്. 12ാം ക്ലാസ് പരീക്ഷയിലോ അത് 10 മുതൽ 15% വരെ ഫുൾ A+ കിട്ടുന്നവരാണ്. അതിൽ സങ്കടകരമായ വസ്തുത, ഈ 12ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ഒരു വിദ്യാർത്ഥിയോട് തെറ്റില്ലാതെ ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞാലോ, തെറ്റില്ലാതെ ഒരു അടിസ്ഥാന ഗണിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലോ അവർക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും കാണുന്നത്. എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഫുൾ A+ന് അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടമാനം ഫുൾ A+ കൊടുക്കുന്നത് നമ്മൾ ഒന്നുകൂടി വിചിന്തനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കുട്ടികളെ പാസ്സാക്കി വിടുന്നതിൽ തെറ്റില്ല. കാരണം കേരളത്തിലെ പഴയ ചരിത്രം നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ കുട്ടികൾ തോറ്റു കഴിഞ്ഞാൽ അവർ പിന്നീട് പഠിത്തം നിർത്തും. നല്ലൊരു പങ്ക്, വളരെ കുറച്ച് പേരെ പിന്നീട് അത് രണ്ടാമത് എഴുതിയെടുത്ത് സപ്ലിമെൻ്ററി പരീക്ഷ പാസ്സായതിന് ശേഷം ഉപരിപഠനത്തിനോ മറ്റ് ജോലികൾക്കൊക്കെ പോകാറുള്ളൂ. നല്ലൊരു പങ്ക് അവിടെ വെച്ച് പഠിത്തം നിർത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുമാതിരി കുട്ടികളെയൊക്കെ പാസ്സാക്കി വിടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരുമാതിരിയൊന്നുമല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 99% മേലെയാണ് SSLCക്ക് പാസ്. CBSE, ISC, ICSE തുടങ്ങിയ പരീക്ഷകളിൽ കുറച്ചുകൂടെ നിയന്ത്രണം ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കൊല്ലത്തെ ISC, ICSE പരീക്ഷകളിലും 99% മേലെയാണ് വിജയ ശതമാനം. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരും നമ്മുടെ കേരള 10ാം ക്ലാസ് 12ാം ക്ലാസ് ഹയർ സെക്കൻഡറി പോലെ ലിബറലാവുന്നു എന്നുള്ളതാണ്. CBSEയിലും അത്രയും ആയില്ലെങ്കിലും ഏതാണ്ട് അതിനടുത്തായിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 100% എത്ര വ്യത്യാസമുണ്ട് എന്ന് ചോദിക്കുന്നതാണ് ഉചിതം. അത് 0.3 അല്ലെ 0.5% വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അപ്പം CBSE ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഫുൾ A+ന് പകരം A1 ആണ്. A1 എന്നുള്ളൊരു ഡെസിഗ്നേഷനാണ്. പക്ഷേ ഈ വർഷം മുതൽ അവരത് നിർത്തുകയാണ്. എങ്കിലും ഇത്രമാത്രം വാരിക്കോരി മാർക്ക് കൊടുക്കുന്നത് ഈ മാർക്കിന് വിലയില്ലാതാക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നാറ്. കാരണം പാസ്സാക്കി വിടുന്നത് മറ്റൊരു കോൺസെപ്റ്റാണ്. അത് കുട്ടികളെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ മുഖ്യധാരയിൽ നിന്ന് വിട്ടുപോകും, പിന്നെന്തെങ്കിലും കൂലിപ്പണിക്കൊക്കെ പോകുന്നുള്ള ഒരു ഫീലിംഗിൽ നിന്നാണ് കുട്ടികളെ പരീക്ഷയിൽ പാസ്സാക്കി വിടുന്നത്. പക്ഷേ ഈ ഫുൾ A+ കൊടുത്ത് ഇവരെ A+ൻ്റെ വാല്യൂ ഇല്ലാതാക്കുന്നതോടുകൂടി ശരിക്കും അധ്വാനിച്ച് A+ കിട്ടുന്ന കുട്ടികൾക്ക് അതിൻ്റെ മൂല്യം നിഷേധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് A+ മുതലായ സംവിധാനങ്ങൾ വളരെ നിയന്ത്രിതമായിട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പല വിദേശ രാജ്യങ്ങളിലും പാസ്സാക്കി വിടുന്നതിൽ വളരെ ലിബറലാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ പാസ്സാക്കി വിടുന്നതിൽ വളരെ ലിബറലാണ്. പക്ഷേ അവിടെയൊക്കെ ഈ വാരിക്കോരി, അത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഉയർന്ന മാർക്കുകൾ, ഇപ്പോൾ 90% മേലെയൊക്കെ മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ അത്രയും മാർക്ക് വാങ്ങി വരുന്നത്, ഇപ്പോൾ മാർക്കോ അല്ലെങ്കിൽ അതിന് തുല്യമായ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജോ CGPA ഇതിലേത് വാങ്ങി വരുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ആബ്സല്യൂട്ട് മാർക്കിംഗ് അതിപ്പോൾ 90% അല്ലെ 95% അല്ലെ 85% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റിലേറ്റീവ് വാല്യൂ ഉണ്ടാകണം, ഒരു മൂല്യം ഉണ്ടാകണം. നമ്മുടെ ഇവിടെ ആ മൂല്യം നശിച്ചുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് തന്നെ അറിയാം, കഴിഞ്ഞ വർഷം, എന്തിനു അധികകാലം പിന്നോട്ട് പോകുന്നു, കഴിഞ്ഞ വർഷം തന്നെ ഫുൾ A+ വാങ്ങിയ ഏതാനും കുട്ടികൾക്ക് കീം പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്യാൻ കൂടി കഴിഞ്ഞില്ല. കീം എന്ന് പറഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇപ്പോൾ മെഡിക്കൽ പാർട്ട് അതിൽ നിന്ന് മാറ്റിയെങ്കിലും ആ പേര്
പരീക്ഷയുടെ മാറിയിട്ടില്ല. അപ്പോൾ ഈ കീം പരീക്ഷയിൽ ഏകദേശം ഒരു പാസ് വാങ്ങാൻ കൂടി അവരെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ദയനീയമാണ്. കീം പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം, ഈ വർഷം അത് മാറി, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 960 മാർക്കാണ്. ഫിസിക്സ് കെമിസ്ട്രി ഒന്നിച്ച് 480 മാർക്കും മാത്തമാറ്റിക്സിന് മാത്രം 480 മാർക്ക്. ഈ 480 മാർക്കിൽ 10 മാർക്ക് വാങ്ങിയാൽ ഒരു പാസ്സാവും. അപ്പോൾ ഫുൾ A+ കിട്ടി, അതായത് 90% മേൽ A+ വാങ്ങിച്ച എല്ലാ വിഷയത്തിലും വാങ്ങിച്ച കുട്ടികൾക്ക്, മാത്തമാറ്റിക്സിൽ ഉൾപ്പെടെ വാങ്ങിച്ച കുട്ടികൾക്ക് 480 മാർക്കിൽ 10 മാർക്ക് കൂടി, അതായത് 2.5 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്, അങ്ങനെ 120 ക്വസ്റ്റ്യനാണ് 480 മാർക്ക്. 2.5 ക്വസ്റ്റ്യൻ കൂടി കൃത്യമായിട്ട് എഴുതാൻ അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ശോചനീയാവസ്ഥ. അതുകൊണ്ട് ഈ A+ നമ്മൾ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട കാലം സംജാതമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ മൂല്യം നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാണ്. ഒരു എന്ത് കമ്മോഡിറ്റിക്കാണെങ്കിലും അല്ലെ എന്ത് കോൺസെപ്റ്റിനായാലും ഒരിക്കൽ മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ പഠിച്ച് A+ വാങ്ങുന്ന കുട്ടികളെ നമ്മൾ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സംവിധാനം നമ്മളിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തേണ്ടതാണ്. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസ് എന്ന സെഗ്മെൻറ്റ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.